നഗരത്തെ ഭീതിയിലാഴ്ത്തി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവുനായ ആക്രമണം. തമ്മനത്ത് ബുധനാഴ്ച 14 പേരെയാണ് തെരുവുനായ ഓടിച്ചു കടിച്ചത്. ഇത് വീണ്ടും ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ്. തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വേണ്ട നടപടിക്രമങ്ങൾ സർക്കാർ എടുക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ ചായ കുടിക്കാൻ പോയി, പിന്നെ പാർസൽ മാറണം പോയി, വണ്ടി ഡിക്കില്ല ഉണ്ടാവും. അപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് വണ്ടി ഡിക്കിൽ തുറന്ന് ആ ബാക്ക് സൈഡിൽ വന്നിട്ട് പട്ടി കടിച്ചേക്കും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുത്താൽ പക്ഷെ നീരും മണ്ണോ കുറച്ച് നടക്കാൻ പറ്റില്ല. അതേ വേദന അതെ ഇവിടെ കടിച്ചത് പല്ലി കയറ്റി. പിന്നെ ഇപ്പോൾ നീരും മണ്ണോ നടക്കാൻ പറ്റില്ല, അതെ വേദന ഉണ്ടാവും. നായയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരുവുനായ ഇവിടെ കണ്ടമാനം എല്ലാ കളറിന് മുമ്പിലും അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ശല്യം കൂടിക്കൊണ്ടിരിക്കുക. ഒരു നിവൃത്തിയില്ല ആൾക്കാർക്ക്. അതായത് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ പിള്ളേരെ ഓടിച്ചിടുക, ബൈക്കാരുടെ പുറകെ ഓടുക, വാഹനങ്ങളുടെ പുറകെ ഓടി അവരുടെ വീണ് കയ്യും കാലും ഓടിക്കുക. ഇതൊക്കെ നിത്യസംഭവമാണ്. കുറേ പേര് മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് കുറേ പേര് അതിന് ഭക്ഷണം മറ്റേ ബിസ്ക്കറ്റും അതൊക്കെ മേടിച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോകും. അത്ര മൃഗസ്നേഹികളുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ കൊണ്ടേ വളർത്താൻ പാടില്ലേ? ഈ തെരുവ് നായകളെയൊക്കെ നിങ്ങൾ വളർത്തി ഇതിന് മാത്രം ഇത് കോർപ്പറേഷൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ വലിയ ഈ ഇതെല്ലാം പറയുന്ന ആൾക്കാർ ഇതിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. അല്ലാതെ അവർ ഈ വലിയ മണിമാളികയിൽ നിന്നുണ്ട് കുറേ ഉത്തരവിറക്കിയിട്ട് കാര്യമില്ല. അവരുടെ പിള്ളേർ കാറിനും അതൊക്കെ പോകും. ഈ റോഡിലൂടെ നടന്നു പോകുന്ന കുട്ടികൾക്ക് വളരെ പ്രശ്നങ്ങളാണ്. എത്ര കുട്ടികളാണ് മരിച്ചത്? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പേവിഷബാധയായിട്ട് മരിച്ച ഒരു കുട്ടിയുടെ കാര്യം അതെന്തൊക്കെ നിത്യസംഭവമാണ് ഇപ്പോൾ ഇവിടെ. ഇത് മാറ്റാനായിട്ട് നടപടി സ്വീകരിക്കണം. കോർപ്പറേഷനോ സർക്കാരായിട്ട് നടപടി സ്വീകരിക്കണം. നിലവിൽ 14 പേരെയാണ് ഒരു ദിവസം തന്നെ തെരുവുനായ ആക്രമിക്കുന്നത്. അക്രമകാരികളായ തെരുവുനായകൾ ജനങ്ങളിൽ ഭീഷണി ഉയർത്തുന്നു. ബസ്സിറങ്ങി നടന്നുപോയ വിദ്യാർത്ഥിക്കും ബൈക്കിന് പിന്നാലെ ഓടി വന്ന നായയെ കണ്ട് പേടിച്ചു വീണ യുവാവിനും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കൊച്ചി നഗരസഭയിൽ 44-ാം ഡിവിഷനിലെ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. നമ്മൾ കൊച്ചി നഗരസഭയുടെ കൗൺസിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുകയും പക്ഷേ ഒരു കാര്യങ്ങൾക്കും നടപടി ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറേ നിയമങ്ങളും അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ കുറേ ഇടപെടലുകൾ ഉള്ളത് കൊണ്ടിട്ട് ഈ ചില നിബന്ധനകൾ ജനങ്ങൾക്ക് ഉപദ്രവകരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉദാഹരണത്തിന് ഇന്നലെ ഉണ്ടായ ഒരു അനിഷ്ട സംഭവം, ഒരു തെരുവുനായ ആ കാണുന്ന ആളുകളെയെല്ലാം കടിക്കുന്നൊരവസ്ഥയുണ്ട്. 19ഓളം പേരെയാണ് ആ ഒരു തെരുവുനായ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു. കാരണം ഇന്ദിരാ റോഡ് 44-ാം ഡിവിഷനും 43-ാം ഡിവിഷനും പറയുന്ന ഏരിയകളിലുള്ള മിക്ക ഇട റോഡുകളിലേക്കും രാവിലെ തുടങ്ങി ഈ പട്ടി കാണുന്ന എല്ലാവരെയും കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിനൊരു പട്ടി കടിച്ച് ഇഞ്ചക്ഷൻ എടുക്കുന്നത് മാത്രമല്ല വിഷയം. ഈ പട്ടി വരുമ്പോൾ ആളുകൾ പേടിച്ച് പല സ്ഥലങ്ങളിലും വീടുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 42 വയസ്സുള്ള ഒരു സഹോദരൻ, അദ്ദേഹം പട്ടി വന്നത് കണ്ട് പേടിച്ച് വീണ് അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞു. അതേപോലെ തന്നെ ഇന്നലെ അതേ ഒരു അനുഭവം തന്നെയാണ് നോബോ എന്ന് പറയുന്ന ഒരു നമ്മളിവിടുത്തെ തന്നെ താമസക്കാരൻ്റെ കൈ കടിച്ചു പറിച്ചു. അപ്പോൾ കടിച്ചു പറിക്കുന്ന പറഞ്ഞാൽ 7 സ്റ്റിച്ചാണ് ഒരു കയ്യിൽ നിന്ന്. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസും ഫോട്ടോസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പോം വഴി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ വളരെയേറെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ജോജി കുരിക്കോട്ട് പാലാഘട്ടം ഡിവിഷൻ്റെ കൗൺസിലറാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പരിസര പ്രദേശം പൈപ്പ് ലൈനിലും പള്ളിച്ചാമ്പ് റോഡ്, അതുപോലെ തന്നെ ഇരവങ്ക റോഡ്, സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ കോൺവെൻറ്റ് റോഡ്, പള്ളിശ്ശേരി റോഡ്, ഈ പരിസരങ്ങളിലെല്ലാം തന്നെയും വളരെ രൂക്ഷമായ പട്ടിശല്യം ഉണ്ടായി. അത് പട്ടിശല്യം മാത്രമല്ല ഉണ്ടായത്, പട്ടി ആളുകളെ ആക്രമിക്കുന്ന രീതിയിൽ കടിക്കുന്ന രീതിയിൽ ഉണ്ടായി. അത് ചെറിയ കുട്ടികളെ പോലും വിടാതെ കടിച്ചു എന്നത് ഒരു സങ്കടകരമായ അവസ്ഥയാണ്. നമ്മുടെ പട്ടിയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ കൊല്ലരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ എതിർക്കുന്നില്ല. അതൊക്കെ ആ നിയമത്തിൻ്റെ വക്കിൽ കൂടി പൊക്കോട്ടെ. ഞാൻ ഒന്നും കുറ്റം പറയാനോ കുറവ് പറയാനോ തയ്യാറല്ല. പക്ഷേ ഇത് മനുഷ്യന് ഉതകുന്ന രീതിയിലുള്ള ആളുകൾക്ക് സ്വൈര്യമായി റോഡിലൂടെ സഞ്ചരിക്കാൻ പാകത്തിനുള്ള നിയമങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അവർക്ക് അതിന് നടക്കാനും അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ കൗൺസിലർമാരായ എനിക്കും ജോർജിനും വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആളുകളെ പിടിച്ച് കടിച്ച് 10, 12, 13 പേരെ പിടിച്ച് കടിച്ചപ്പോൾ ഉണ്ടായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പട്ടിയെ നമുക്ക് ക്യാച്ച് ചെയ്ത് ഒബ്സർവേഷൻ ഇടാനുള്ള
സാഹചര്യമൊരുക്കാൻ നമുക്ക് ആളുകളെ വിളിച്ചു വരുത്തുകയും അതിനെ കണ്ടുപിടിക്കുകയും ചെയ്ത് അതിനെ ഒബ്സർവേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കാനും നമുക്ക് കഴിഞ്ഞു. അതിന് എനിക്കും ജോർജിനും വലിയ ഒരു മാനസിക സംതൃപ്തി ഉണ്ടായി. അതുപോലെ തന്നെ ഈ പട്ടികളെ, ഇനിയുള്ള പട്ടികളെന്ന് പറഞ്ഞാൽ ഈ ഡിവിഷനകത്തും അപ്പുറത്ത് 43-44 ഡിവിഷനകത്ത്, ഞങ്ങളുടെ രണ്ടുപേരും ഡിവിഷനകത്ത് ഒട്ടനവധി പട്ടികൾ എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിനെ കൂടി ഇതുപോലെ പിടിച്ച് ക്യാച്ച് ചെയ്ത് ABC പദ്ധതി ചെയ്യാനും അതിനെ വേണ്ട പരിപാലനം കൊടുക്കാനും ഒക്കെ ശ്രമിക്കണം എന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്. ഇത് ഞങ്ങൾ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പഴി കേൾക്കുന്നത് താഴെയുള്ള കൗൺസിലർമാർക്കാണ്. കുറ്റവും പഴിയും ഒക്കെ കേൾക്കുന്നത് ഞങ്ങൾക്കാണ്. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിന് മുകളിലുള്ള ജനപ്രതിനിധി സഭകളും കോടതിയും ഒക്കെ ഇടപെട്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് വിനയത്തോടെ ഒരു കൗൺസിലർ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഈ ചെന്നൈ കോർപ്പറേഷനിൽ ഈ ബ്ലൂ ക്രോസ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. അത് അനിമലെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കൂടിയിട്ടുള്ളൊരു സംഘടനയാണ്. അപ്പോൾ അവർ അവിടെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏജൻസിനെ ഏൽപ്പിക്കുകയാണ്. ഒരു ഏജൻസിനെ ഏൽപ്പിച്ചിട്ട് അവരാണ് ഇതിന് ഡോഗ്സിനെ പിടിച്ചിട്ട് വേണ്ട എക്യുപ്മെൻറ്റ്സും എല്ലാം ഈ ആനിമൽസ് സ്നേഹമായിട്ടുള്ള സംഘടനകൾ ഈ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലൂ ക്രോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈ നഗരങ്ങളിലെല്ലാം ഇതേപോലെയുള്ള സിസ്റ്റം അവർ ചെയ്യുന്നുണ്ട്. അത് വളരെയേറെ പ്രായോഗികമായി നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ചില പത്രങ്ങളിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലത്തെ സിസ്റ്റം ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാരണം അതേപോലെ ഏജൻസി വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലുള്ള എക്യുപ്മെൻറ്റ്സ്, ഇതുങ്ങളെ പിടിക്കാനുള്ള എക്യുപ്മെൻറ്റ്സും മറ്റുള്ള ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ എനിക്ക് തോന്നുന്നത് സ്റ്റാഫുകൾക്ക് പരിമിതിയാണ്, കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉള്ളൂ. പക്ഷേ ഇതേപോലുള്ള സംഘടനകൾ, ഈ അനിമൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഘടനകൾ ഈ സംഘടന ഏജൻസിയുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറും. അതിന് അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഘടനകൾ ഇടപെട്ടുകൊണ്ട് ഈ മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ സാധാരണക്കാരായ ആളുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ചുമതല ഈ അസോസിയേഷനുകൾക്കുണ്ട്. അപ്പോൾ അവരും കൂടി ചേർന്നുകൊണ്ട് ഈ ഇപ്പോൾ ചെന്നൈയിലത്തെ ആ സിസ്റ്റം പോലെ ബ്ലൂ ക്രോസ് സംഘടന ചെയ്യുന്നത് പോലെ ഒരു നല്ലൊരു ഏജൻസിയെ വെച്ചിട്ട് അതിവിടെ പ്രാക്ടിക്കലാക്കി നടപ്പാക്കിയാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു തെരുവുനായ ശല്യങ്ങൾ വളരെയേറെ കുറവ് വരികയും ABC പോലുള്ള കറക്റ്റായിട്ട് ഈ ഏജൻസിന് വെക്കുമ്പോൾ ഗുണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ABC പോലുള്ള പരിപാടികൾ ഇഞ്ചക്ഷനൊക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ വന്ധീകരിക്കുവാനായിട്ട് കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ ഈ പട്ടി പ്രസവിക്കുക എന്നുള്ള ഒരു അത് കുറഞ്ഞു വരുമ്പോൾ തന്നെ പട്ടിശല്യങ്ങൾ കുറയും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പട്ടികളെല്ലാം വന്ധീകരിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം അത് പ്രാക്ടിക്കലായിട്ട് നടപ്പാകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി വന്ധീകരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലെങ്കിൽ ഇത്രയും പട്ടികൾ ഇവിടെ പെരുകില്ല. അപ്പോൾ ABC പദ്ധതികൾ കറക്റ്റായിട്ട് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഈ വനം വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പും പരിസ്ഥിതി വകുപ്പുകളും ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ സാധാരണക്കാരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പട്ടിയുടെ കടി ഏൽക്കാതെ നല്ല സ്വസ്ഥമായി ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല.